ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ ഹോൾ ഇടാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഉഴുന്ന് അരയ്ക്കാൻ ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1 hours റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ പിന്നെ സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചെറിയ സവാള കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും ആവശ്യത്തിന് ഇഞ്ചിയും 5-6 കുരുമുളകും എടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു 1 hours ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ മാവ് റെഡിയായി സെറ്റായി ചെറുതായിട്ടൊന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കുറച്ച് ഉപ്പൂടി ഇട്ട് ഇതെല്ലാം കൂടെ അതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഹോൾ ഇടാൻ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാകത്തില്ല എന്ന് പറയുന്ന പോലെയാണ്. എനിക്ക് ശരിയാവില്ല കേട്ടോ. ഞാൻ ഇതുവരെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് ശരിയായിട്ടില്ല, ഹോള് റെഡി ആയിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കാൻ അങ്ങനെ ഹോള് റെഡിയാവാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ടേസ്റ്റെല്ലാം നമുക്ക് അതേ ടേസ്റ്റിൽ കിട്ടും. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഒന്നും ഉണ്ടാവത്തില്ല. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും, പക്ഷേ ഹോള് മാത്രം ഉണ്ടാവില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഐഡിയ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയിലാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എണ്ണ നന്നായിട്ട് ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് അതേ ടേസ്റ്റിൽ വലുതായിട്ടൊക്കെ ഇട്ട് ഉഴുന്നുവട, പക്ഷേ ഹോള് വരത്തില്ല. അതാണ് ഡിഫറൻസ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ വീഡിയോ. ഇനി ഹോൾ ഇടാൻ അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരും മടിച്ച് നിൽക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. എല്ലാവരും ഇതുപോലെ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് ഫീഡ്ബാക്ക് അയക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഹോൾ ഇല്ലെന്നുള്ള ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് കഴിച്ചാൽ പോരെ, ഹോൾ വേണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.